കേരളത്തിൽ ഇന്നലെ നടന്ന ഹർത്താൽ ആകെ തളർന്നു കിടക്കുന്ന LDFന് വൻ തിരിച്ചടിയായി മാറി എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യേകിച്ച് ഒന്നും വയ്ക്കാനില്ലാത്ത ഇടതുപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ ദേശവ്യാപകമായ പണിമുടക്ക് ഇടതുപക്ഷത്തിന് തന്നെ വിനയായിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ പണിമുടക്ക് നടത്തിയത് എന്ന് വ്യക്തമായി നിർവചിക്കുവാൻ പോലും കഴിയാത്ത ഇടതുപക്ഷ നിര ഇപ്പോൾ ട്രോളുകളിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. 35 വർഷത്തിന് മുമ്പ് നിർമ്മിച്ച ശ്രീനിവാസന്റെ സിനിമയിലെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ അടുക്കുംതോറും LDFന്റെ എല്ലാ തന്ത്രങ്ങളും പിഴയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഈ വർഷം ആദ്യം വരെ LDF കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു അവസ്ഥയ്ക്ക് കാതലായ മാറ്റം വന്നു കഴിഞ്ഞു എന്ന് വേണം കരുതുവാൻ. പണിമുടക്ക് പ്രഖ്യാപനം മൂലം കേരളത്തിലെ ജനങ്ങൾ വീട്ടിൽ ഇരുന്നെങ്കിൽ പോലും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് അർത്ഥശൂന്യമായ ഈ പണിമുടക്കിനോട് അവർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. എന്തിനായിരുന്നു പണിമുടക്ക്? തൊഴിലെടുക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പണിമുടക്ക് എന്ന് പറയുമ്പോൾ തൊഴിലെടുക്കുവാനുള്ള തൊഴിലാളികളെ തൊഴിലിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ടല്ലേ ഈ സമരം നടത്തിയത് എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് ഇടതുപക്ഷത്തിന് നൽകാൻ കഴിയുന്നത്? സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുന്ന സർക്കാരിന് ഈ ഒരു ദിവസത്തെ പണിമുടക്ക് കൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്? തൊഴിലാളികൾക്ക് എന്ത് പ്രയോജനമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്? അവരുടെ ഏതു സ്വാതന്ത്ര്യത്തിനാണ് ഈ പണിമുടക്ക് ശക്തി നൽകിയത്? നിരവധി തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുകയും അവരെ വീണ്ടും സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ഈ സമരാഭാസം എന്തിനായിരുന്നു? കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് വ്യക്തവും ഫലപ്രദവുമായ ഒരു ഉത്തരം നൽകുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇടതുപക്ഷം അധപ്പതിക്കുകയാണോ എന്നൊരു ചോദ്യം ഇപ്പോൾ പ്രസക്തമായി ഉയർന്നു കഴിഞ്ഞു. ഈ ഹർത്താൽ കൊണ്ട് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ കൂടി എന്ന് മാത്രമേയുള്ളൂ. മറിച്ച് ഇടതുപക്ഷ യൂണിയനുകൾ ഉയർത്തിയ ചോദ്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതും തിരിച്ചടിയാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വളരെ നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ദേശീയ സർക്കാരിനെതിരെ സമരങ്ങൾ നടത്തുമ്പോൾ ജനവികാരങ്ങൾ അറിഞ്ഞും കണ്ടും നടത്തുന്നതാകും പാർട്ടികൾക്ക് നല്ലത്. ഇടതുപക്ഷം അവസരങ്ങൾ തുലയ്ക്കുകയാണ് എന്നുള്ള തോന്നൽ ജനങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. പുതിയതൊന്നും പറയാനില്ലാത്ത രാഷ്ട്രീയ അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തുമ്പോൾ സമരാഭാസങ്ങൾ അവരെ രക്ഷിക്കുകയില്ല എന്ന് മുതിർന്ന നേതാക്കൾ മനസ്സിലാക്കണം.